നമ്മൾ മാർച്ച് മാസം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അവയർനെസ് മാസമായിട്ടാണ് കാണുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന രോഗത്തെപ്പറ്റി ഉള്ള ഒരു ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ അസുഖം? ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് തലച്ചോറിലെ ഞരമ്പുകൾക്ക് ചുറ്റും ഒരു മൈലിൻ എന്ന് പറയുന്ന ഒരു ഇൻസുലേഷൻ പോലുള്ള ഒരു സാധനമുണ്ട്. നമ്മുടെ ഈ അസുഖത്തിൽ ഈ ഇൻസുലേഷൻ പല പല കാരണങ്ങൾ കൊണ്ട് നശിച്ചു പോവുകയും നെർവിന് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പല പല നെർവുകൾ ഡാമേജായി അതുമൂലം ഉണ്ടാകുന്ന ബ്രെയിൻ ഡാമേജ് കൊണ്ട് പല പല ലക്ഷണങ്ങൾ രോഗിക്കുണ്ടാകും. പല പല ലക്ഷണങ്ങളായിട്ടായിരിക്കും ഒരു രോഗിക്ക് വരിക. ചിലപ്പോൾ സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചുണ്ട് കൂടിപ്പോകാം, സ്ട്രോക്ക് വരുന്ന രോഗികളെ പോലെ ഒരു കൈയിലോ കാലിനോ തളർന്നു പോകാം, അല്ലെങ്കിൽ രണ്ട് കാലും ഒരുമിച്ചുള്ള ബലക്കുറവുണ്ടാവാം, നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, കാഴ്ചക്കുറവ്, അങ്ങനെ പല പല വിവിധ ലക്ഷണങ്ങൾ ഈ അസുഖത്തിലുണ്ടാവാം. അതുകൊണ്ട് ചിലപ്പോൾ രോഗം കണ്ടുപിടിക്കാനും രോഗനിർണയത്തിലോട്ട് എത്താനും ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വന്നേക്കാം. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സയുള്ള ഒരു അസുഖമാണ്. നമുക്ക് രോഗത്തെ നിയന്ത്രിച്ച് വയ്ക്കാനും മുന്നോട്ട് അത് മോശമായി പോകാതിരിക്കാനും രോഗിയുടെ ജീവൻ തന്നെ നമുക്ക് നിലനിർത്താനും സാധിക്കും. തലച്ചോറിലുണ്ടാകുന്ന ഈ അസുഖം പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നമ്മുടെ ശരീരത്തിലുള്ള ചില ആൻറ്റിബോഡീസ് ഉണ്ട്. അതായത് നമ്മൾ ബാക്ടീരിയനെയും വൈറസിനെയൊക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന ആൻറ്റിബോഡീസ് ചില പ്രത്യേക കാരണങ്ങൾ കാരണം നമ്മുടെ തന്നെ നെർവിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രത്യേക അസുഖമാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഇത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ വളരെ വിശദമായ ഒരു രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ചില ടെസ്റ്റുകൾ ഇതിന് ആവശ്യം വരും. ബ്രെയിൻ്റെ MRI സ്കാൻ, VEP മുതലായ ചില ടെസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഈ അസുഖം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള പുതിയ മരുന്നുകൾ ഇതിന് വന്നിട്ടുണ്ട്. പണ്ട് 20-30 വർഷത്തിന് മുമ്പ് വളരെ പരിമിതമായിട്ടുള്ള സൈഡ് എഫക്റ്റ് കൂടിയ മരുന്നുകളായിരുന്നു ഈ അസുഖത്തിനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ വളരെ പുതിയ തരം മരുന്നുകളും സൈഡ് എഫക്റ്റുകൾ കുറവുള്ള മരുന്നുകളും ഇതിന് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഡെയിലി കഴിക്കുന്ന ഗുളികയാകാം, അല്ലെങ്കിൽ 6 മാസത്തിലെടുക്കുന്ന ഇഞ്ചക്ഷൻ ആകാം. പല പല ടൈപ്പ് മരുന്നുകളുണ്ട്. ഇത് കൃത്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ രോഗിക്ക് വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിലോട്ട് തിരിച്ചു പോകാനും പലപ്പോഴും സാധിക്കും. അപ്പോൾ ഇതിലെ രോഗനിർണയം, ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.